വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പ്രതി അഫാൻ. കുത്തുവാക്കുകളാൽ മനംനൊന്താണ് ബന്ധുവായ ലത്തീഫിനെ കൊന്നതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. കൊലപ്പെടുത്തുന്ന സമയത്ത് ലത്തീഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നതായും അഫാന്റെ മൊഴി. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് അഫാൻ എത്തിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അഞ്ജലി, ഈ അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിനോട് അഫാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇത്തരത്തിലാണ്. അതായത് സ്ഥിരമായിട്ട് വലിയ തരത്തിലുള്ള കുത്തുവാക്കുകളാണ് ലത്തീഫിൽ നിന്ന് നിരന്തരമായി ഏൽക്കേണ്ടി വന്നത്. അത് വലിയ തരത്തിൽ മനപ്രയാസം ഉണ്ടാക്കിയെന്ന് പോലീസിനോട് തുറന്നു പറയുകയാണ്. ഒപ്പം തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് തങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചത് നിങ്ങൾ ഒരാളാണ് എന്ന് പറഞ്ഞാണ് തലക്കടിച്ച് കൊന്നതെന്നും പോലീസിനോട് തുറന്നു പറഞ്ഞു. യാതൊരുവിധ ഭാവവ്യത്യാസവും കുറ്റബോധവും ഇല്ലാതെയാണ് ഈ മൊഴികളൊക്കെ പോലീസിനോട് പ്രതി തുറന്നു പറയുന്നത്. ഈ സോഫയില് ലത്തീഫിന് തൊട്ടരികത്തായി വന്നിരുന്നതിന് ശേഷമാണ് അഫാൻ ബാഗിൽ നിന്ന് ചുറ്റിക എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തലക്ക് വലിയ തരത്തിൽ അടിച്ച് കൊലപ്പെടുത്തുന്നത്. അത് എങ്ങനെയാണെന്നും എത്തരത്തിലാണെന്നും നിലവിൽ പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തു. ഒപ്പം ഈ ബഹളം കേട്ടെത്തിയ ലത്തീഫിന്റെ ഭാര്യ സജിത ബിബി ഈ സംഭവം കണ്ട് നിലവിളിച്ച് അടുക്കള ഭാഗത്തേക്ക് ഓടിപ്പോകുകയാണ്. അങ്ങനെ സജിത ബിബിയുടെ പുറകെ ഓടി അഫാൻ സജിത ബിബിയെയും അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഈ സമയം ലത്തീഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഫോൺ കയ്യിൽ എടുക്കുകയും ഈ സംഭവത്തിന് ശേഷം കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അഫാൻ ഈ ഫോൺ സമീപത്ത് ഒരു കുഴിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഇപ്പോൾ ലത്തീഫുമായിട്ട് ഈ വീട്ടിൽ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഫോൺ എവിടെയാണ് വലിച്ചെറിഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ നാളത്തെ തെരച്ചിൽ കാട്ടിക്കൊടുക്കുമെന്നാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്. വലിച്ചെറിഞ്ഞ സ്ഥലം ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിലവിൽ. എന്തായാലും സജിത ബിബിയോട് വലിയ തരത്തിലുള്ള ഒരു വൈരാഗ്യവും ഉണ്ടായിരുന്നില്ല. ലത്തീഫിനോടായിരുന്നു തനിക്ക് വൈരാഗ്യം. പക്ഷേ ഈ കൊലപാതകം ആരോടെങ്കിലും പുറത്തു പറയുമെന്ന് കരുതിയാണ് സജിത ബിബിയെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് ഇപ്പോൾ ഈ പ്രതി അഫാൻ മൊഴിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അഞ്ജലി, ശരി. ഓരോ ദിവസം കഴിയും തോറും അഫാൻ ഓരോ വെളിപ്പെടുത്തലുമായി വരികയാണ്. വിവരങ്ങൾ നൽകിയത് അഞ്ജു ആണ്.